കോവിഡ് സീസൺ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്തു? ടഫായിരുന്നു. അതായത് ഈ പറഞ്ഞ മാതിരി ആസ് പെർ റൂള് ഗവൺമെന്റ് തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു, കംപ്ലീറ്റ് അടച്ചിടുന്നു. ഇനി ഈവൺ ലോക്ക്ഡൗണിൽ ഏറ്റവും അവസാനം റിലീസ് ചെയ്യുന്നത് പബ്ലിക് പ്ലേസുകളാണ്, ഇതുപോലത്തെ പബ്ലിക് കോണ്ടാക്ട് പ്ലേസുകളാണ്. അതിൽ ഏറ്റവും ലാസ്റ്റാണ് അമ്യൂസ്മെന്റ് പാർക്ക് അല്ലേ തുറക്കാനൊക്കെ സമ്മതിച്ചിരുന്നുള്ളൂ. എത്ര കാലം അടച്ചിട്ടേണ്ടി വന്നു ഓർമ്മയുണ്ടോ? എനിക്കൊരു 6-7 months അടച്ചിട്ടു. പിന്നെ 2021 ഒരു 6-7 months അടച്ചിട്ടു. അപ്പൊ അതൊരു വലിയതായിരുന്നു. പക്ഷെ അതേസമയം നമ്മുടെ സ്റ്റാഫിന് ഫുൾ സാലറി അല്ലെങ്കിലും പകുതി സാലറി കൊടുക്കണം, കാരണം അവർക്കും ജീവിക്കണ്ടേ. സാലറി കുറച്ച് നമ്മൾ കട്ട് ചെയ്തു, കാരണം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബട്ട് എന്നാലും നമ്മൾ എല്ലാവർക്കും സാലറി കൊടുത്തു. നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് ആരെയും കട്ട് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ തുറന്നപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു. വി ഡിഡ്ന്റ് ഹാവ് അട്രിഷൻ വളരെ കുറവായിരുന്നു. ഇപ്പോഴും നമ്മുടെ 25 years ആയിട്ട് വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആണല്ലേ, അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. അതായത് നമ്മൾ പല ഓണ്ടർപ്രണേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ ബിസിനസിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങളായി നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ കൂടെയുള്ള ലോയൽ ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്ന്. അങ്ങനെ സാറിന് വിഗാർഡ് മുതൽ എല്ലാ കാലത്തും അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ലോയൽ എംപ്ലോയീസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയും, എന്നെക്കാളും മിടുക്കരായിട്ടുള്ള മാനേജേഴ്സ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു അബവ് ആവറേജ് അല്ലാതെ ഒരിക്കലും ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല. പക്ഷേ എന്നെക്കാളും കഴിവ് തെളിയിച്ചിട്ടുള്ള മാനേജർമാർ എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് പല സാഹചര്യം കൊണ്ട് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടാവാം. അവരൊക്കെയാണ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതനുസരിച്ച് അവർ നമുക്ക് റിവാർഡ് ചെയ്യണം.